ഹായ്, നമസ്തേ. ഇന്നു മുതൽ പുതിയ ഒരു പുസ്തകത്തിന്റെ വായനയാണ് ഞാനിവിടെ തുടങ്ങി വയ്ക്കുന്നത്. പരമഹംസ യോഗാനന്ദന്റെ ഒരു യോഗിയുടെ ആത്മകഥ. മഹാവതാർ ബാബാജിയെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം ആ പുണ്യാത്മാവിന്റെ അനുഗ്രഹത്താലാണ് ഞാൻ ഈ ഒരു പുസ്തകത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഭൗതികവും ആത്മീയവുമായ എൻ്റെ ജീവിതത്തിലെ ഒരു അമൂല്യ നിധി തന്നെയാണ് ഈ പുസ്തകം. പരമഹംസ യോഗാനന്ദന്റെ ജനനം 1893 ജനുവരി മാസം 5-ാം തീയതിയാണ്. അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത് 1952 മാർച്ച് മാസം 7-നും. ഈ പുസ്തകത്തിന്റെ താളുകൾ മറിച്ചപ്പോൾ ഭഗവത്ഗീതയിലെ വാക്കുകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന തപസ്സികളെക്കാളും ജ്ഞാനത്തിന്റെയോ കർമ്മത്തിന്റെയോ പാത പിന്തുടരുന്ന സാധകരെക്കാളും യോഗി ശ്രേഷ്ഠനാണെന്നു കരുതപ്പെടുന്നു. അല്ലയോ അർജുന, നീ ഒരു യോഗിയായി തീരൂ. പിന്നീട് ശ്രീ പരമഹംസ യോഗാനന്ദന്റെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം പരമധന്യനും സമാരാധ്യനും സംപൂജ്യനുമായ എൻ്റെ ഗുരുദേവൻ ശ്രീ സ്വാമി ശ്രീ യുക്തേശ്വരഗിരി മഹാരാജിന്റെ പാവനപ്പാണികളിൽ സമർപ്പിതം എന്ന ഒരു പ്രാർത്ഥനയും, ശേഷം ഗ്രന്ഥകർത്താവിന്റെ കൃതജ്ഞതയും, അതിനുശേഷം ആമുഖം. ഈ ഒരു ഗ്രന്ഥത്തിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലഭിച്ച സ്തുതിഗീതങ്ങൾ, അവതാരിക, പിന്നീട് ധർമ്മത്തിന്റെ സനാതന നിയമത്തെക്കുറിച്ച് പറയുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ ദേശീയ പതാകയ്ക്ക് ഗാഢമായ കാവി, വെള്ള, കടുത്ത പച്ച എന്നീ നിറങ്ങളാണുള്ളത്. കടും നീല നിറത്തിലുള്ള ധർമ്മചക്രം, നിയമത്തിന്റെ ചക്രം, ക്രിസ്തുവിന് മുൻപ് 3-ാം ശതകത്തിൽ സാരനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച ശിലാസ്തംഭത്തിൽ കാണുന്ന പ്രതീകത്തിന്റെ ഒരു പ്രതിരൂപമാണ്. ധർമ്മം ഒരു സനാതന നിയമമാണ്. അതിന്റെ ഒരു അടയാളമായാണ് ഈ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വിഖ്യാതനായ രാജാതിരാജന്റെ ഓർമ്മയെ അത് ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ 40 വർഷത്തെ ഭരണത്തിന് ചരിത്രത്തിൽ സമാനതകൾ ഒന്നുമില്ല എന്ന് ഇംഗ്ലീഷ് ചരിത്രകാരനായ H.G. റോളിൻസൺ എഴുതുന്നു. റോളിൻസൺ തുടരുന്നു. അദ്ദേഹത്തെ മാർക്കസ് ഓറീലിയസും വിശുദ്ധ പൗലോസും കോൺസ്റ്റന്റൈനുമായി പലപ്പോഴും താരതമ്യപ്പെടുത്താറുണ്ട്. ക്രിസ്തുവിന് 250 വർഷം മുമ്പ് തൻ്റെ അതിവിപുല സൈനിക നടപടികളുടെ വിജയകരമായ പരിസമാപ്തിക്കു ശേഷം യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങളിൽ അറപ്പും വെറുപ്പും പാശ്ചാത്താപവും പ്രകടിപ്പിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാട്ടി. യുദ്ധം നയതന്ത്രത്തിന്റെ ഒരു മാർഗമല്ലെന്ന നിലയിൽ അതിനെ വെടിയാനും തീരുമാനിച്ചുറച്ചു. ഭാരതം, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ എന്നിവ അശോക ചക്രവർത്തിക്ക് പൈതൃകമായി ലഭിച്ച ഭരണപ്രദേശങ്ങളിൽ പെട്ടിരുന്നു. നിരവധി സമ്മാനങ്ങളും അനുഗ്രഹാശിസ്സുകളും നിറച്ച മതപരവും സാംസ്കാരികവുമായ ദൗത്യങ്ങളെ ബർമ്മ, ഈജിപ്ത്, സിറിയ, മാസിഡോണിയ എന്നിവിടങ്ങളിലേക്ക് ലോകത്തെ പ്രഥമ അന്താരാഷ്ട്രവാദിയായ അദ്ദേഹം അയക്കുകയുണ്ടായി. മൗര്യ രാജവംശത്തിലെ 3-ാമത്തെ രാജാവായിരുന്ന അശോക ചക്രവർത്തി ചരിത്രത്തിലെ ദാർശനിക രാജാക്കന്മാരിൽ ഒരാളായിരുന്നു എന്ന് പി. മെയ്സൺ ഓർസൽ എന്ന പണ്ഡിതൻ നിരീക്ഷിക്കുന്നു. അദ്ദേഹത്തെ പോലെ മറ്റാരും തന്നെ ഊർജ്ജസ്വലതയും മഹാമനസ്കതയും നീതിയും കാരുണ്യവും തന്നിൽ സമ്മേളിപ്പിച്ചിരുന്നില്ല. തൻ്റെ കാലഘട്ടത്തിന്റെ ജീവത്തായ മൂർത്തിഭാവമായിരുന്നു അദ്ദേഹം. തികച്ചും ഒരു ആധുനികനായാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ എത്തുന്നത്. ദീർഘമായ ഭരണകാലത്ത് ഒരു ക്രാന്തദർശിയുടെ വെറുമൊരു ഹൃദയാഭിലാഷമാണ് അദ്ദേഹം സാക്ഷാത്കരിച്ചതെന്ന് നമുക്ക് തോന്നും. പ്രാപഞ്ചികമായി ഏറ്റവും മഹത്തായ അധികാരവും അധീശത്വവും അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ശാന്തിയും സമാധാനവും സംഘാടനം ചെയ്തു. ഏതാനും മതങ്ങളുടെ സ്വപ്നമായ സമസ്ത മാനവരാശിയെയും ആശ്ലേഷിക്കുന്ന സാർവലൗകികമായ ഒരു വ്യവസ്ഥിതി തൻ്റെ
വിശാലമായ സാമ്രാജ്യത്തിനും ഏറെ അപ്പുറം അദ്ദേഹം സാക്ഷാത്കരിച്ചു. ധർമ്മം, പ്രപഞ്ച നിയമം, സർവ്വജീവജാലങ്ങളുടെയും സന്തുഷ്ടിയാണ് ലക്ഷ്യമാക്കുന്നത്. അദ്ദേഹം ഇന്നും നിലനിൽക്കുന്ന ശിലാശാസനങ്ങളിലും കൽത്തൂണുകളിലുമായി അശോക ചക്രവർത്തി തന്റെ വിപുലമായ സാമ്രാജ്യത്തിലെ പ്രജകളെ സ്നേഹപൂർവം ഉപദേശിക്കുന്നത് സദാചാരത്തിലും ഈശ്വരചിന്തയിലും സന്തുഷ്ടി വേരൂന്നിയിരിക്കുന്നുവെന്നാണ്. ആയിരത്താണ്ടുകൾ നാടിനെ തഴുകിയ മഹത്വവും ഐശ്വര്യവും വീണ്ടെടുക്കാൻ അഭിലഷിക്കുന്ന ആധുനിക ഭാരതം അതിൻ്റെ ദേശീയ പതാകയിൽ ദേവനാം പ്രിയനായ അശോക ചക്രവർത്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പുണ്യമാണ് ഈ ഒരു പുസ്തകം എന്നിൽ വന്നത്. നിങ്ങൾക്കും അതാവട്ടെ. ഒരു യോഗിയുടെ ആത്മകഥ, അധ്യായം 1. എൻ്റെ മാതാപിതാക്കളും ബാല്യവും. ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഖമുദ്രകളായി ദീർഘകാലം നിലനിന്നു പോന്നിട്ടുള്ളത് പരമസത്യം തേടിയുള്ള അന്വേഷണവും സഹവർത്തിയായ ശിഷ്യഗുരു ബന്ധവുമാണ്. എൻ്റെ തന്നെ പാത ചെന്നെത്തിയത് ഈശ്വരതുല്യനായ ഒരു യതിവര്യനിലാണ്. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ജീവിതം യുഗാന്തരങ്ങൾക്കും പ്രചോദനമരുളാൻ പോന്നതായിരുന്നു. ഭാരതത്തിൻ്റെ യഥാർത്ഥ സമ്പത്തായ മഹാഗുരുക്കന്മാരിലൊരാളായിരുന്നു അദ്ദേഹം. ഓരോ തലമുറയിലും ആവിർഭവിച്ചുകൊണ്ട് ഈ ഗുരുഭൂതന്മാർ പുരാതന ഈജിപ്തിൻ്റെയും ബാബിലോണിയയുടെയും ഗതിയിൽ നിന്ന് മാതൃഭൂമിയെ പരിരക്ഷിച്ചിട്ടുണ്ട്. ഒരു പൂർവജന്മത്തിൻ്റെ കാലപ്രമാണങ്ങൾക്ക് വഴങ്ങാത്ത പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ആദ്യ സ്മരണകൾ. ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ യോഗിയായി കഴിഞ്ഞ ഒരു പൂർവജന്മത്തിൻ്റെ വ്യക്തമായ ഓർമ്മകൾ പലപ്പോഴും എന്നിൽ തെളിയുമായിരുന്നു. ഭൂതകാലത്തിൻ്റെ ഈ മിന്നായങ്ങൾ എത്തും പിടിയുമില്ലാത്ത ഏതോ കണ്ണിയാൽ ഭാവിയുടെ ഒരു ചിത്രവും കൂടി എനിക്കു നൽകി. ശൈശവത്തിൻ്റെ അനിവാര്യമായ ദീനതകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നടക്കാനോ മനസ്സിലുള്ളത് പറഞ്ഞറിയിക്കാനോ ആവാത്ത നിസ്സഹായതയുടെ രോഷാകുലമായ ഒരു ബോധം എനിക്കുണ്ടായി. ശാരീരികമായ ഈ ദൗർബല്യം മനസ്സിലായതോടെ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ വൻ അലമാലകൾ ഉയർന്നു. എൻ്റെ ശക്തമായ വൈകാരിക ജീവിതം വിവിധ ഭാഷകളിലെ പദങ്ങളായി എൻ്റെ ഉള്ളിൽ പ്രകടിതമായി. ഉള്ളിലെ ഈ ഭാഷാ കലുഷതയ്ക്കിടയിൽ എൻ്റെ ആളുകൾ സംസാരിക്കുന്നതു കേട്ട ബംഗാളി പദശകലങ്ങൾ ഞാൻ ക്രമേണ പരിചയിച്ചു. കളിപ്പാട്ടങ്ങളിലും കാൽവിരലുകളിലും ഒതുങ്ങുന്നതെന്ന് മുതിർന്നവർ കരുതുന്ന പിഞ്ചു ഹൃദയത്തിൻ്റെ കബളിപ്പിക്കുവാൻ പോന്ന വിരുത്. മാനസികക്ഷോഭവും എൻ്റെ പ്രതികരണശേഷിയില്ലാത്ത ശരീരവും പലതവണ എന്നെ നിർബന്ധ ബുദ്ധിയോടെ ഇടവിട്ടു കരയുന്നതിനിടയാക്കി. എൻ്റെ ദുരിതത്തിൽ വീട്ടുകാർക്ക് പൊതുവെ ഉണ്ടായ അമ്പരപ്പും അസ്വസ്ഥതയും ഞാൻ ഓർക്കുന്നു. ഏറെ സന്തോഷകരമായ ഓർമ്മകളും എൻ്റെ ഉള്ളിൽ വന്നു നിറയുന്നു. എൻ്റെ അമ്മയുടെ വാത്സല്യവും ലാളനയും വാക്കുകൾ കൊഞ്ചിപ്പറയാനും പിച്ചവയ്ക്കാനുമുള്ള എൻ്റെ ആദ്യ ശ്രമങ്ങളും മിക്കവാറും പെട്ടെന്ന് മറന്നു പോകുന്നതാണെങ്കിലും ആദ്യത്തെ ഈ ഉജ്ജ്വല വിജയാഹ്ലാദങ്ങൾ ആത്മവിശ്വാസത്തിന് സ്വാഭാവികമായ ഒരു അടിത്തറയാണ്. എൻ്റേതുമാതിരിയുള്ള ദൂരവ്യാപകമായ ഓർമ്മകൾ തീരെ അപൂർവമല്ല. പല യോഗികളും ജനന മരണങ്ങളുടെ നാടകീയ മാറ്റങ്ങൾക്കിടയിലും ആത്മബോധം നിരന്തരമായി വച്ചു പുലർത്തിയിട്ടുള്ളതായി നമുക്കറിയാം. മനുഷ്യൻ വെറുമൊരു ശരീരം മാത്രമാണെങ്കിൽ അതിൻ്റെ നാശം തീർച്ചയായും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെയും നാശമാകും. എന്നാൽ തപോധനന്മാർ യുഗയുഗാന്തരങ്ങളിൽ അരുളി ചെയ്തിട്ടുള്ളതു സത്യമാണെങ്കിൽ മനുഷ്യൻ തൻ്റെ സത്തയിൽ ദേഹവിമുക്തനും സർവവ്യാപിയുമായ ആത്മാവാണ്. വ്യക്തമായ ശൈശവ സ്മരണകൾ അസാധാരണമെങ്കിലും തീരെ വിരളമല്ല. വിവിധ രാജ്യങ്ങളിലെ യാത്രാവേളകളിൽ സത്യസന്ധരായ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് അവരുടെ ശൈശവ സ്മരണകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഹിമാലയ പർവ്വതനിരകൾക്കടുത്ത് ഉത്തരഭാരതത്തിലെ ഗോരഖ്പൂരത്താണ് 1893 ജനുവരി 5 ഞാൻ ജനിച്ചത്.
അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 8 വർഷം ചെലവഴിച്ചത്. ഞങ്ങൾ 8 മക്കളായിരുന്നു, 4 ആണും 4 പെണ്ണും. ഞാൻ മുകുന്ദലാൽ ഘോഷ് രണ്ടാമത്തെ മകനും 4ാമത്തെ സന്താനവുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ബംഗാളി ക്ഷത്രിയരായിരുന്നു. 2 പേരും ദൈവീകമായ പ്രകൃതത്താൽ അനുഗ്രഹീതർ. പാവനചരിതരായ അവരുടെ പ്രശാന്തവും അന്തസ്സുറ്റതുമായ പരസ്പരാനുരാഗം ഒരിക്കലും ചപലമായി പ്രകടിപ്പിക്കപ്പെട്ടിരുന്നില്ല. അച്ഛനമ്മമാരുടെ സമ്പൂർണമായ യോജിപ്പ് കുസൃതി നിറഞ്ഞ 8 കുരുന്നു ജീവിതങ്ങളുടെ പ്രശാന്തമായ കേന്ദ്രബിന്ദുവായിരുന്നു. അച്ഛൻ ഭഗവതി ചരണ ഘോഷ് സ്നേഹനിധിയും ഗൗരവക്കാരനും ചിലപ്പോഴൊക്കെ വിട്ടുവീഴ്ച കാട്ടാത്തയാളുമായിരുന്നു. അച്ഛനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ടുതന്നെ മക്കളായ ഞങ്ങൾ അദ്ദേഹത്തോട് ബഹുമാനപൂർവമായ ഒരു അകലം പുലർത്തിയിരുന്നു. ശ്രദ്ധേയനായ ഒരു ഗണിത വിദ്വാനും താർക്കികനുമായിരുന്ന അദ്ദേഹത്തെ പ്രധാനമായും ബുദ്ധിയാണ് നയിച്ചത്. പക്ഷേ അമ്മ സ്നേഹമയിയായ ഹൃദയറാണിയായിരുന്നു. അവർ സ്നേഹത്തിലൂടെ മാത്രമാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അവരുടെ ദേഹവിയോഗത്തിനു ശേഷം അച്ഛൻ തൻ്റെയുള്ളിലെ ആർദ്രത കൂടുതൽ വെളിവാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടം പലപ്പോഴും അമ്മയുടെ സ്നേഹനിർഭരമായ നോട്ടമായി മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടികളായ ഞങ്ങൾ വേദശാസ്ത്ര പുരാണങ്ങളുമായി കയ്പും മധുരവുമുള്ള ഒരു പരിചയം കാലേക്കൂട്ടി തന്നെ സമ്പാദിച്ചു. ശിക്ഷണത്തിനുതകുന്ന കഥകൾ അവസരോചിതമായി മഹാഭാരതത്തിൽ നിന്നോ രാമായണത്തിൽ നിന്നോ വൈഭവത്തോടെ അമ്മ ഉദ്ധരിക്കുമായിരുന്നു. ഈ അവസരങ്ങളിൽ ശിക്ഷയും ബോധനവും കൈകോർത്താണ് പോകുക. അച്ഛനോടുള്ള ബഹുമാനത്തിന്റെ പ്രകടനമെന്നോണം ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ സായാഹ്നങ്ങളിൽ അമ്മ ഞങ്ങളെ ശ്രദ്ധാപൂർവം ഒരുക്കി നിർത്തുമായിരുന്നു. ഭാരതത്തിലെ ഒരു വലിയ കമ്പനിയായിരുന്ന ബംഗാൾ നാഗ്പൂർ റെയിൽവേയിൽ ഉപാധ്യക്ഷൻ്റേതുപോലുള്ള ഒരു സ്ഥാനമായിരുന്നു അച്ഛന്. യാത്ര ചെയ്യുക അച്ഛൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിരുന്നു. എൻ്റെ ബാല്യകാലത്ത് പല നഗരങ്ങളിലും ഞങ്ങളുടെ കുടുംബം താമസിച്ചു. അഗതികളെ അമ്മ കൈയയച്ചു സഹായിച്ചിരുന്നു. അച്ഛനും ദയാശീലനായിരുന്നുവെങ്കിലും ചിട്ടയോടും ക്രമത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആദരം കുടുംബ ബജറ്റിനും ബാധകമായിരുന്നു. ഒരിക്കൽ അച്ഛൻ്റെ പ്രതിമാസ വരുമാനത്തിൽ കൂടുതൽ തുക 2 ആഴ്ച കൊണ്ട് അന്നദാനത്തിന് അമ്മ ചെലവാക്കി. ഒന്നേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ, അച്ഛൻ പറഞ്ഞു. നിന്റെ ഔദാര്യം ദയവായി ഒരു ന്യായമായ പരിധിക്കുള്ളിൽ ഒതുക്കിക്കൂടെ? തൻ്റെ ഭർത്താവിൽ നിന്ന് ലഘുവായ ഒരു ശാസന പോലും അമ്മയെ വേദനിപ്പിക്കുമായിരുന്നു. വിയോജിപ്പിന്റെ ഒരു സൂചനയും കുട്ടികൾക്കു നൽകാതെ അമ്മ ഒരു വാടക വണ്ടി വിളിപ്പിച്ചു. ശരി, അങ്ങേക്കു നന്മ വരട്ടെ. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. ചിരപുരാതനമായ അന്ത്യശാസനം. അന്താളിച്ച് ഞങ്ങൾ കൂട്ട നിലവിളിയായി. അമ്മ വഴിക്കുള്ള ഞങ്ങളുടെ അമ്മാവൻ തക്ക സമയത്ത് എത്തി. അദ്ദേഹം യുഗപരമ്പരകളിൽ നിന്നു ശേഖരിച്ച അറിവിന്റെ ഏതോ ഒരു ഉപദേശം അച്ഛൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. തുടർന്ന് അച്ഛൻ ഏതാനും സാന്ത്വന വചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അമ്മ വണ്ടി പറഞ്ഞയച്ചു. എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഉണ്ടായതായി ഞാൻ കണ്ട ഒരേയൊരു പിണക്കം അങ്ങനെ അവസാനിച്ചു. പക്ഷേ അവരുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു ചർച്ച ഞാൻ ഓർക്കുന്നു. വീട്ടിൽ വന്നിരിക്കുന്ന അഗതിയായ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ ദയവായി 10 രൂപ തരൂ. അമ്മയുടെ പുഞ്ചിരിക്ക് അതിൻ്റെതായ വശ്യതയുണ്ടായിരുന്നു. എന്തിനാണ് 10 രൂപ? 1 മതി. അച്ഛൻ നീതീകരണം കൂട്ടിച്ചേർത്തു. എൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരും പെട്ടെന്ന് മരിച്ചപ്പോൾ എനിക്ക് ദാരിദ്ര്യത്തിൻ്റെ ആദ്യ അനുഭവമുണ്ടായി. സ്കൂളിലേക്ക് മൈലുകൾ നടന്നു പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരേ ഒരു ആഹാരം ചെറിയ ഒരു വാഴപ്പഴമായിരുന്നു. അതിനുശേഷം സർവകലാശാലയിൽ വച്ച് അത്ര അത്യാവശ്യം വന്നപ്പോൾ ധനികനായ ഒരു ജഡ്ജിയോട് പ്രതിമാസം 1 രൂപ സഹായമായി തരാൻ ഞാൻ അഭ്യർത്ഥിച്ചു. 1 രൂപ ഒട്ടും നിസാരമല്ലെന്നു പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി. എത്ര വേദനയോടെയാണ് ആ നിഷേധം നിങ്ങൾ ഓർക്കുന്നത്?
അമ്മയുടെ ഹൃദയം തൽക്ഷണം ഒരു യുക്തി കണ്ടെത്തി. ഈ സ്ത്രീയും അവർക്ക് അത്യാവശ്യമുള്ള 10 രൂപ നിങ്ങൾ കൊടുക്കാത്തത് ദുഃഖത്തോടെ ഓർക്കണമെന്നാണോ? നീ ജയിച്ചു. പരാജിതരായ ഭർത്താക്കന്മാർ പണ്ടേ കാട്ടാറുള്ള ഒരാംഗ്യത്തോടെ അച്ഛൻ പേഴ്സ് തുറന്നു. ഇതാ ഒരു 10 രൂപ നോട്ട്. എൻ്റെ ആശംസകളോടെ ഇത് അവർക്ക് കൊടുക്കൂ. ഏതു പുതിയ നിർദ്ദേശത്തിനും വേണ്ട എന്നായിരിക്കും അച്ഛൻ്റെ ആദ്യ പ്രതികരണം. തൻ്റെ പതിവായ ജാഗ്രതയ്ക്ക് ഒരു ഉദാഹരണമായിരുന്നു. അമ്മയുടെ അനുകമ്പ പെട്ടെന്നു നേടാൻ കഴിഞ്ഞ അപരിചിതയോടുള്ള അച്ഛൻ്റെ സമീപനം ആലോചിച്ചു ചെയ്യുക എന്ന തത്വത്തിൻ്റെ അംഗീകാരം മാത്രമായിരുന്നു. പൊടുന്നനെയുള്ള സ്വീകാരത്തോട് അച്ഛൻ്റെ എതിർപ്പ്. എപ്പോഴും ന്യായയുക്തനായും അദ്ദേഹത്തിൻ്റെ തീർപ്പുകളിൽ സമചിത്തനുമായാണ് അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ നന്നേ കൊതിക്കുന്ന ഒരു അവധിക്കാല യാത്രയോ ഒരു മോട്ടോർ സൈക്കിളോ പോലുള്ള എൻ്റെ നിരവധി അപേക്ഷകൾ 1-2 നല്ല വാദങ്ങൾ കൊണ്ട് പിന്താങ്ങാൻ കഴിഞ്ഞാൽ അച്ഛൻ തീർച്ചയായും നിറവേറ്റുകയായി. ചെറുപ്പത്തിൽ മക്കളുടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ കർശനമായ നിഷ്കർഷയാണ് അച്ഛൻ പാലിച്ചിരുന്നത്. പക്ഷേ സ്വന്തം കാര്യത്തിലും അദ്ദേഹം പരിപൂർണ സംയമനവും മിതത്വവും കൈക്കൊണ്ടിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം ഒരിക്കലും പ്രദർശനശാലകളിൽ പോയിരുന്നില്ല. പകരം ആത്മീയ സാധനകളിലും ഭഗവത്ഗീത പാരായണങ്ങളിലും ആനന്ദം കണ്ടെത്തി. സുഖഭോഗ വസ്തുക്കൾ ഒഴിവാക്കിയിരുന്ന അദ്ദേഹം ഒരു ജോഡി ചെരുപ്പുകൾ കീറി ഉപയോഗശൂന്യമാകുന്നതുവരെ കൈവിടുമായിരുന്നില്ല. മോട്ടോർ കാറുകൾ സുലഭമായ ശേഷം മക്കൾ അവ വാങ്ങിയിരുന്നുവെങ്കിലും അച്ഛൻ ദിവസേനയുള്ള ഓഫീസ് യാത്രയ്ക്ക് ട്രോളി കാറുകൊണ്ട് തൃപ്തിപ്പെട്ടു. പ്രമാണിത്വത്തിനു വേണ്ടി പണം സ്വരൂപിക്കുന്നതിൽ അച്ഛന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം കൽക്കത്ത അർബൻ ബാങ്ക് സ്ഥാപിച്ച ശേഷം അതിൽ ഒരു ഓഹരിയെങ്കിലും വാങ്ങി പ്രയോജനമുണ്ടാക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. തൻ്റെ ഒഴിവു സമയത്ത് ഒരു പൗരധർമ്മം നിർവഹിക്കുവാൻ മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. അച്ഛൻ പെൻഷനോടുകൂടി ജോലിയിൽ നിന്നു പിരിഞ്ഞ് അനേകം വർഷങ്ങൾക്കു ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടന്റ് ഭാരതത്തിൽ വന്ന് ബംഗാൾ നാഗ്പൂർ റെയിൽവേയുടെ കണക്കുകൾ പരിശോധിച്ചു. എന്നേ തനിക്കു ലഭിക്കേണ്ടിയിരുന്ന ബോണസുകൾക്ക് അച്ഛൻ ഒരിക്കലും അപേക്ഷിച്ചിരുന്നില്ലെന്നതു കണ്ട് ആ പരിശോധകൻ അത്ഭുതപ്പെട്ടു. 3 പേരുടെ ജോലിയാണ് അദ്ദേഹം ചെയ്തു തീർത്തത്. അക്കൗണ്ടന്റ് കമ്പനിയെ അറിയിച്ചു. പ്രതിഫലം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് 1,25,000 രൂപ ചെല്ലാനുണ്ട്. ട്രഷറർ അച്ഛന് ആ തുകയ്ക്കുള്ള ചെക്ക് അയച്ചു കൊടുത്തു. അച്ഛൻ ഇതേപ്പറ്റി അല്പം പോലും ചിന്തിക്കാഞ്ഞതിനാൽ വിവരം വീട്ടിൽ പറയാൻ കൂടി മറന്നുപോയി. കുറെ കാലം കഴിഞ്ഞ് വലിയ ഒരു ബാങ്ക് നിക്ഷേപം കണ്ട് എൻ്റെ ഇളയ സഹോദരൻ വിഷ്ണു അച്ഛനോട് അക്കാര്യം ചോദിച്ചു. പ്രാപഞ്ചികമായ ലാഭത്തിൽ ആഹ്ലാദിക്കാൻ എന്തിരിക്കുന്നു എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. സമചിത്തത എന്ന ലക്ഷ്യം തേടുന്ന ഒരുവന് ലാഭത്തിൽ ആഹ്ലാദിക്കാനോ നഷ്ടത്തിൽ ദുഃഖിക്കാനോ ഒന്നുമില്ല. മനുഷ്യൻ നിർധനനായി ഈ ലോകത്ത് വന്നെത്തുന്നു. അതുപോലെ നിർധനനായി തന്നെ പിരിഞ്ഞു പോകുന്നുവെന്ന് അവനറിയാം. വിവാഹത്തിൻ്റെ ആദ്യകാലത്തു തന്നെ എൻ്റെ മാതാപിതാക്കൾ വാരാണസിയിലെ ലാഹിരി മഹാശയൻ എന്ന മഹാനായ ആചാര്യൻ്റെ ശിഷ്യരായി. ഈ ബന്ധം അച്ഛൻ്റെ സ്വതവേയുള്ള തപോനിഷ്ഠയെ ശക്തിപ്പെടുത്തി. എടുത്തു പറയത്തക്ക ഒരു വസ്തുത എൻ്റെ മൂത്ത സഹോദരി രമയോട് അമ്മ ഒരിക്കൽ വെളിപ്പെടുത്തി. നിന്റെ അച്ഛനും ഞാനും 1 വർഷത്തിലൊരിക്കൽ മാത്രമേ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ ഒരുമിച്ചുറങ്ങാറുള്ളൂ, പുത്രലാഭത്തിനായി. അച്ഛൻ ലാഹിരി മഹാശയനെ കണ്ടുമുട്ടിയത് ബംഗാൾ നാഗ്പൂർ റെയിൽവേയുടെ ഒരു ശാഖയിലെ ഉദ്യോഗസ്ഥനായ അവിനാശ് ബാബു മുഖേനയായിരുന്നു. ഗോരഖ്പുരത്ത് വെച്ച് ഭാരതീയ ഋഷീശ്വരന്മാരുടെ അത്യാകർഷകമായ കഥകൾ കൊണ്ട് അവിനാശ് ബാബു എൻ്റെ യുവകർണങ്ങൾക്ക് ശിക്ഷണം പകർന്നു തന്നിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും തൻ്റെ തന്നെ ഗുരുവിൻ്റെ മഹത്തായ ഗുണവൈശിഷ്ട്യങ്ങളെ വാഴ്ത്തിക്കൊണ്ടാണ് കഥകൾ അവസാനിപ്പിക്കുക. നിന്റെ അച്ഛൻ ലാഹിരി മഹാശയന്റെ ശിഷ്യനായി തീരാൻ ഇടയായ അസാധാരണ സാഹചര്യങ്ങളെപ്പറ്റി നീ കേട്ടിട്ടുണ്ടോ?
അവിനാശ് ബാബുവും ഞാനും വേനൽക്കാലത്തെ ഒരു അലസമായ സായാഹ്നത്തിൽ എൻ്റെ വീട്ടുവളപ്പിൽ ഇരിക്കുമ്പോഴായിരുന്നു താല്പര്യമുണർത്തുന്ന ഈ ചോദ്യം. പ്രതീക്ഷയുടെ പുഞ്ചിരിയുമായി ഇല്ല എന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി. നീ ജനിക്കുന്നതിനു വർഷങ്ങൾക്കു മുമ്പ് ഒരിക്കൽ വാരാണസിയിൽ പോയി എൻ്റെ ഗുരുവിനെ കാണാനായി ഔദ്യോഗിക കൃത്യങ്ങളിൽ നിന്നും ഒരാഴ്ചത്തെ അവധിക്ക് എൻ്റെ മേധാവിയായിരുന്ന നിന്റെ അച്ഛനോട് ഞാൻ അപേക്ഷിച്ചു. നിന്റെ അച്ഛനാകട്ടെ എൻ്റെ ഈ പരിപാടിയെ പരിഹസിക്കുകയാണുണ്ടായത്. ഒരു മതഭ്രാന്തനാകാൻ പോകുകയാണോ നിങ്ങൾ? അദ്ദേഹം ആരാഞ്ഞു. ജീവിതത്തിൽ നിങ്ങൾക്ക് കുതിച്ചു മുന്നേറണമെന്നുണ്ടെങ്കിൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. വൃക്ഷനിബിഡമായ ഒരു പാതയിലൂടെ ദുഃഖിതനായി അന്നു ഞാൻ വീട്ടിലേക്കു നടക്കുമ്പോൾ പല്ലക്കിൽ വരികയായിരുന്ന നിന്റെ അച്ഛനെ കണ്ടുമുട്ടി. അദ്ദേഹം സേവകരെയും വാഹനത്തെയും പറഞ്ഞയച്ചിട്ട് എന്നോടൊപ്പം നടക്കുവാൻ തുടങ്ങി. പ്രാപഞ്ചിക ഐശ്വര്യങ്ങൾക്കു വേണ്ടി പ്രയത്നിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്നെ സാന്ത്വനപ്പെടുത്താനായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വലിയ താല്പര്യമൊന്നുമില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടത്. എൻ്റെ ഹൃദയം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലാഹിരി മഹാശയ, എനിക്ക് അങ്ങയെ കാണാതെ ജീവിക്കാൻ വയ്യ. ഞങ്ങളുടെ പാത ഞങ്ങളെ കൊണ്ടെത്തിച്ചത് പ്രശാന്തമായ ഒരു വെളിസ്ഥലത്തിൻ്റെ അരികിലാണ്. അവിടെ വളർന്നുയർന്ന് കാറ്റിൽ ഉലഞ്ഞു നിന്നിരുന്ന കാട്ടുപുൽപ്പരപ്പിനെ സായാഹ്ന സൂര്യന്റെ കിരണങ്ങൾ കിരീടമണിയിക്കുകയായിരുന്നു. ഈ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് അല്പനേരം ഞങ്ങൾ തങ്ങി. അവിടെ ആ വെളിസ്ഥലത്ത് ഞങ്ങൾക്ക് ഏതാനും വാരമാത്രം അകലെയായി എൻ്റെ മഹാനായ ഗുരുദേവന്റെ രൂപം പെട്ടെന്ന് പ്രത്യക്ഷമായി. ഭഗവതി, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥന്റെ മേൽ കർശനമായ ഒരു നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം അത്ഭുത പരതന്ത്രരായ ഞങ്ങളുടെ കാതിൽ മുഴങ്ങി. പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ അജ്ഞാതമായ രീതിയിൽ അദ്ദേഹം മറഞ്ഞു. ഞാൻ കുമ്പിട്ടു വണങ്ങി. ലാഹിരി മഹാശയ, ലാഹിരി മഹാശയ എന്ന് വിസ്മയത്തോടെ ഉരുവിട്ടു. ഒരല്പനേരത്തേക്ക് നിന്റെ അച്ഛൻ വിസ്മയം കൊണ്ട് നിശ്ചലനായി നിന്നു. അവിനാശ്, നിങ്ങൾക്കു മാത്രമല്ല അവധി. നാളെ വാരാണസിക്കു തിരിക്കാൻ ഞാനും അവധിയെടുക്കുകയാണ്. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് പ്രത്യക്ഷനായി നിങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ കഴിഞ്ഞ ഈ മഹാനായ ലാഹിരി മഹാശയനെ എനിക്ക് അറിഞ്ഞേ തീരൂ. അദ്ദേഹത്തിൻ്റെ ആത്മീയ മാർഗത്തിൽ ഞങ്ങൾക്കും ദീക്ഷ തരുന്നതിന് എൻ്റെ പത്നിയെയും കൂട്ടിവന്ന് ആ യോഗീന്ദ്രനോട് ഞാൻ ആവശ്യപ്പെടും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കുമോ? തീർച്ചയായും. എൻ്റെ പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ഫലപ്രാപ്തിയിലും സംഭവങ്ങളുടെ പെട്ടെന്നുള്ള ഹിതകരമായ പരിസമാപ്തിയിലും ഞാൻ ആനന്ദഭരിതനായി. പിറ്റേന്നു വൈകുന്നേരം നിന്റെ മാതാപിതാക്കളും ഞാനും ട്രെയിനിൽ വാരാണസിക്കു തിരിച്ചു. അടുത്ത ദിവസം അവിടെ എത്തിയ ശേഷം ഒരു കുതിരവണ്ടിയിൽ അല്പദൂരം യാത്ര തുടർന്നു. ആളൊഴിഞ്ഞ സ്ഥലത്തുള്ള എൻ്റെ ഗുരുവിൻ്റെ വസതിയിലെത്താൻ പിന്നീട് ഇടുങ്ങിയ ഇടവഴികളിലൂടെ നടക്കണമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറിയ സ്വീകരണ മുറിയിൽ കയറി. പതിവ് പോലെ പത്മാസനത്തിലായിരുന്ന അദ്ദേഹത്തെ താണു വണങ്ങി. തൻ്റെ തുളച്ചു കയറുന്ന കണ്ണുകൾ ചിമ്മിയിട്ട് അദ്ദേഹം നിന്റെ അച്ഛനിൽ നോട്ടമുറപ്പിച്ചു. ഭഗവതി, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥന്റെ മേൽ കർശനമായ ഒരു നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്. 2 ദിവസം മുമ്പ് ആ പുൽമേട്ടിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ അദ്ദേഹം തുടർന്നു. അവിനാശിന് എന്നെ വന്നു കാണാൻ നിങ്ങൾ അനുമതി നൽകിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ നിങ്ങളും പത്നിയും അവനോടൊപ്പം വന്നതിലും. നിന്റെ അച്ഛനമ്മമാർക്ക് ക്രിയായോഗമെന്ന ആത്മീയാനുഷ്ഠാനത്തിൽ ദീക്ഷ നൽകി അദ്ദേഹം അവരെ സന്തുഷ്ടനാക്കി. ആ ദിവ്യദർശനത്തിൻ്റെ അവിസ്മരണീയമായ ദിവസത്തിനു ശേഷം നിന്റെ അച്ഛനും ഞാനും ശിഷ്യ സഹോദരരെന്ന നിലയിൽ ഉറ്റ സ്നേഹിതരായി തീർന്നു. ലാഹിരി മഹാശയൻ നിന്റെ ജനനത്തിലും വ്യക്തമായ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. നിന്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി തീർച്ചയായും ബന്ധപ്പെട്ടതാകും. ഗുരുദേവന്റെ അനുഗ്രഹം ഒരിക്കലും വൃഥാവിലാവില്ല. ഞാൻ ജനിച്ച് അധിക കാലം കഴിയുന്നതിനു മുമ്പ് ലാഹിരി മഹാശയൻ ഇഹലോകവാസം വെടിഞ്ഞു. അച്ഛൻ്റെ ഓഫീസ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയ നഗരങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറിക്ക് അലങ്കാരപ്പണി ചെയ്തു ഫ്രെയിമിലുള്ള ലാഹിരി മഹാശയന്റെ ചിത്രം ശോഭയേകി.
താൽക്കാലികമായി ഒരുക്കിയ ആരാധനാവേദിക്കു മുന്നിൽ നിരവധി പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അമ്മയും ഞാനും കളഭത്തിൽ മുക്കിയ പൂജാപുഷ്പങ്ങൾ ഭക്തിപൂർവം അർപ്പിച്ച് ധ്യാനനിരതരാകുമായിരുന്നു. ലാഹിരി മഹാശയനിൽ പൂർണ്ണമായി ബഹിർസ്ഫുരിച്ച ഈശ്വര ചൈതന്യത്തെ ഞങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും ഞങ്ങളുടെ ഒന്നുചേർന്ന ഭക്ത്യാദരങ്ങളും കൊണ്ട് ആരാധിച്ചു. അദ്ദേഹത്തിന്റെ ചിത്രത്തിന് എൻ്റെ ജീവിതത്തിൽ സർവാതിശായിയായ സ്വാധീനമുണ്ടായിരുന്നു. ഞാൻ വളർന്നതോടൊപ്പം ആ ഗുരുവിനെ പറ്റിയുള്ള ചിന്തയും എന്നിൽ വളർന്നു വന്നു. ഞാൻ ധ്യാനനിരതനാകുമ്പോൾ അദ്ദേഹം തൻ്റെ ചിത്രത്തിൻ്റെ ഫ്രെയിമിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവനുള്ള രൂപം പൂണ്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഞാൻ മിക്കപ്പോഴും കാണും. അദ്ദേഹത്തിൻ്റെ പ്രകാശിക്കുന്ന രൂപത്തിൻ്റെ പാദങ്ങൾ തേടാനൊരുമ്പെടുമ്പോഴേക്ക് അദ്ദേഹം വീണ്ടും ചിത്രമായി മാറും. ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്കു ഞാൻ മാറിക്കൊണ്ടിരിക്കെ ഫ്രെയിമിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ലാഹിരി മഹാശയന്റെ പ്രതിച്ഛായ വളർന്ന് എൻ്റെ മനസ്സിൽ പ്രകാശാത്മകമായ ഒരു സാന്നിധ്യമായി മാറി. പരീക്ഷണത്തിൻ്റെയും സംശയത്തിൻ്റെയും ഘട്ടങ്ങളിൽ പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സമാശ്വാസകരമായ മാർഗദർശനം ലഭിച്ചിരുന്നു. അദ്ദേഹം ദേഹത്തിൽ ജീവിക്കുന്നില്ലല്ലോ എന്നതിൽ ഞാൻ ആദ്യം വ്യാകുലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുപ്തമായ സർവവ്യാപിത്വം ബോധ്യമായി തുടങ്ങിയതോടെ എൻ്റെ വിഷാദം അടങ്ങി. തന്നെ കാണാൻ അതിയായ ആകാംക്ഷ കാട്ടിയിരുന്ന ശിഷ്യന്മാർക്ക് പലപ്പോഴും അദ്ദേഹം എഴുതിയിട്ടുണ്ട്: നിങ്ങളുടെ ആത്മീയ ദൃഷ്ടിയിൽ ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കെ എൻ്റെ അസ്ഥിയും മാംസവും കാണാൻ എന്തിനു വരണം? എനിക്കു ഏതാണ്ട് 8 വയസ്സുള്ളപ്പോൾ ലാഹിരി മഹാശയന്റെ ചിത്രം മുഖേന അത്ഭുതകരമായ ഒരു രോഗവിമുക്തിയാൽ ഞാൻ അനുഗ്രഹീതനായി. ഈ അനുഭവം ഗുരുവിനോടുള്ള എൻ്റെ സ്നേഹത്തിന് തീവ്രത നൽകി. ബംഗാളിലെ ഇച്ഛാപുരത്ത് ഞങ്ങളുടെ കുടുംബ എസ്റ്റേറ്റിൽ വച്ച് എനിക്ക് ഏഷ്യൻ കോളറ പിടിപെട്ടു. എൻ്റെ ജീവനിൽ ആർക്കും പ്രതീക്ഷയില്ലാതായി. ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ കിടക്കക്കരിയിൽ തന്നെ ഇരുന്ന അമ്മ എൻ്റെ തലയ്ക്ക് മുകളിൽ ചുവരിലിരുന്ന ലാഹിരി മഹാശയന്റെ ഫോട്ടോയിൽ നോക്കുവാൻ ആദിയോടെ ആംഗ്യം കാട്ടി. നീ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിക്കൂ. എൻ്റെ കൈകൾ ഉയർത്തി തൊഴാൻ പോലുമുള്ള ശക്തി എനിക്കില്ലായിരുന്നുവെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. നിന്റെ ഭക്തി യഥാർത്ഥമെങ്കിൽ വ്യക്തമാക്കി നീ അദ്ദേഹത്തിനു മുന്നിൽ ഉള്ളാലെ കുമ്പിട്ടാൽ അദ്ദേഹം നിന്റെ ജീവൻ രക്ഷിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ നോക്കി. എൻ്റെ ശരീരവും ആ മുറിയും പൊതിഞ്ഞ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം അവിടെ കണ്ടു. എൻ്റെ മനം മറിച്ചിലും അനിയന്ത്രിതമായിരുന്ന മറ്റു കടുത്ത രോഗലക്ഷണങ്ങളും മറഞ്ഞു. എനിക്ക് സുഖമായി. ഗുരുവിലുള്ള അമ്മയുടെ അളവറ്റ വിശ്വാസത്തിനു നന്ദി കാട്ടിക്കൊണ്ട് കുനിഞ്ഞ് അമ്മയുടെ കാലുതൊട്ട് വന്ദിക്കാനുള്ള ശക്തി ഉടനെ എനിക്കുണ്ടായതായി തോന്നി. ആ ചെറിയ പടത്തിൽ അമ്മ വീണ്ടും വീണ്ടും തല ചേർത്തു. സർവവ്യാപിയായ ഗുരു, അങ്ങയുടെ ദിവ്യപ്രകാശം എൻ്റെ മകൻ്റെ അസുഖം അകറ്റിയതിന് ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. സാധാരണഗതിയിൽ മാരകമായ ഒരു രോഗത്തിൽ നിന്ന് തൽക്ഷണം എന്നെ രക്ഷിച്ച ഉജ്ജ്വല പ്രകാശധോരണിക്ക് അമ്മയും സാക്ഷ്യം വഹിച്ചെന്ന് എനിക്ക് ബോധ്യമായി. എൻ്റെ അമൂല്യ സ്വത്തുക്കളിലൊന്ന് അതേ ഫോട്ടോയാണ്. അച്ഛന് ലാഹിരി മഹാശയൻ നേരിട്ടു നൽകിയ ഈ പടം വിശുദ്ധമായ ഒരു സ്പന്ദനം ഉൾക്കൊള്ളുന്നു. ഈ ചിത്രത്തിൻ്റെ ഉത്ഭവം ഒരു ദിവ്യാത്ഭുതമായിരുന്നു. അച്ഛൻ്റെ ശിഷ്യ സഹോദരനായ കാളികുമാർ റോയിയിൽ നിന്നാണ് ഞാൻ ആ കഥ കേട്ടത്. ഗുരുനാഥന് തൻ്റെ ഫോട്ടോ എടുക്കുന്നതിൽ കടുത്ത വൈമുഖ്യമായിരുന്നുവെന്നു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെയും കാളികുമാർ റോയി അടക്കമുള്ള ശിഷ്യസഞ്ചയത്തിൻ്റെയും ഒരു ഫോട്ടോ എടുക്കാനിടയായി. മറ്റെല്ലാവരുടെയും വ്യക്തമായ പ്രതിച്ഛായ പതിഞ്ഞ ആ ചിത്രത്തിൽ ന്യായമായും ലാഹിരി മഹാശയന്റെ രൂപം ഉണ്ടാകേണ്ടിയിരുന്ന സ്ഥാനം ശൂന്യമായിരുന്നത് കണ്ട് ഫോട്ടോഗ്രാഫർ അത്ഭുതപ്പെട്ടുപോയി. ഈ പ്രതിഭാസം എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. പിടികൊടുക്കാത്ത ഈ രൂപം തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് കഴിവുറ്റ ഫോട്ടോഗ്രാഫറായിരുന്ന ഒരു വിദ്യാർത്ഥി ഗംഗാധര ബാബു വീമ്പിളക്കി. പിറകിൽ ഒരു സ്ക്രീനുമായി ഒരു തടി ബെഞ്ചിൽ പിറ്റേന്നു രാവിലെ ഗുരുനാഥൻ പത്മാസനത്തിലിരുന്നപ്പോൾ ഗംഗാധര ബാബു തൻ്റെ ഉപകരണങ്ങളുമായി എത്തി. വിജയത്തിനു വേണ്ട എല്ലാ മുൻകരുതലുകളും എടുത്ത അദ്ദേഹം അതിയായ ആർത്തിയോടെ 12 പടങ്ങൾ എടുത്തു.
അവയിൽ ഓരോന്നിലും തടിബെഞ്ചിന്റെയും സ്ക്രീനിന്റെയും ചിത്രം കണ്ടു. പക്ഷേ ഗുരുനാഥന്റെ രൂപം ഇത്തവണയും കാണാനുണ്ടായിരുന്നില്ല. കണ്ണുനീരോടെ അഹങ്കാരമകന്ന് ഗംഗാധര ബാബു ഗുരുവിനെ തേടിയെത്തി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ലാഹിരി മഹാശയൻ അർത്ഥഗർഭമായ വാക്കുകളോടെ തന്റെ മൗനം ഭഞ്ജിച്ചത്. ഞാൻ പരമാത്മ ചൈതന്യമാണ്. സർവവ്യാപിയായ ആ അദൃശ്യനെ പ്രതിഫലിപ്പിക്കാൻ നിന്റെ ക്യാമറയ്ക്കു കഴിയുമോ? ഇല്ല എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. എന്നാലും അഭിവന്ദ്യ ഗുരോ, അങ്ങയുടെ ശരീരക്ഷേത്രത്തിന്റെ ഒരു ചിത്രത്തിനു വേണ്ടി സ്നേഹാതിരേകം കൊണ്ട് ഞാൻ കൊതിക്കുന്നു. എൻ്റെ കാഴ്ചപ്പാട് ഇടുങ്ങിയതായിരുന്നു. ഇത്ര സമ്പൂർണമായി പരമാത്മാവ് അങ്ങയിൽ കുടികൊള്ളുന്നുവെന്ന് ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിൽ നാളെ രാവിലെ വരൂ, ഞാൻ ഫോട്ടോയ്ക്ക് ഇരുന്നു തരാം. ഫോട്ടോഗ്രാഫർ വീണ്ടും ക്യാമറ തയ്യാറാക്കി. ഇപ്രാവശ്യം ആ ദിവ്യരൂപം അജ്ഞേയമായ അദൃശ്യതയില്ലാതെ ഫിലിമിൽ മികവുറ്റതായി. ഗുരുദേവൻ മറ്റൊരു ചിത്രത്തിനു വേണ്ടി പിന്നീടൊരിക്കലും ഇരുന്നു കൊടുത്തിട്ടില്ല. കുറഞ്ഞ പക്ഷം ഞാൻ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം കണ്ടിട്ടില്ല. ഇതേ ചിത്രമാണ് ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത്. ലാഹിരി മഹാശയന്റെ സാർവജനീന സ്വഭാവമുള്ള സൗകുമാര്യമാർന്ന മുഖച്ഛായ, ഏതു ഗോത്രത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹമെന്ന സൂചനയൊന്നും നൽകിയിരുന്നില്ല. ഗൂഢാർത്ഥമായ ആ പുഞ്ചിരി ഈശ്വര താതാത്മ്യത്തിന്റെ പരമാനന്ദം ഒരൽപ്പം വെളിവാക്കുന്നു. തന്റെ നാമമാത്രമായ ലൗകിക താൽപര്യങ്ങൾ വ്യക്തമാക്കുമാറ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പാതി വിടർന്നു. ആന്തരികാനന്ദത്തിൽ ലയിച്ച തന്റെ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ട് പാതിയടഞ്ഞുമിരിക്കുന്നു. നിരർത്ഥകമായ ഭൗതിക പ്രലോഭനങ്ങൾ തീണ്ടാതെ അദ്ദേഹം തന്റെ കാരുണ്യം തേടിയെത്തിയിരുന്ന സാധകരുടെ ആത്മീയ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും നല്ലവണ്ണം അറിഞ്ഞിരുന്നു. ഗുരുനാഥന്റെ ചിത്രത്തിനുള്ള ശക്തിവൈഭവത്താലുണ്ടായ എൻ്റെ രോഗവിമോചനത്തിനു ശേഷം അധികം താമസിയാതെ എന്നിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു ആത്മീയ ദർശനമുണ്ടായി. ഒരു പ്രഭാതത്തിൽ എൻ്റെ കിടക്കയിലിരുന്ന ഞാൻ അഗാധമായ ഒരു ദിവാസ്വപ്നത്തിലേക്ക് വഴുതിയിറങ്ങി. അടഞ്ഞ കണ്ണുകളിലെ ഇരുട്ടിന്റെ പിന്നിൽ എന്താണ്? സത്യാന്വേഷകമായ ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് ശക്തമായി കടന്നുവന്നു. ഉടനെ തന്നെ ബൃഹത്തായ ഒരു പ്രകാശധോരണി എൻ്റെ അന്തർനേത്രത്തിൽ പ്രത്യക്ഷമായി. പർവ്വത ഗുഹകളിൽ പത്മാസനത്തിൽ ധ്യാനനിരതരായിരിക്കുന്ന ഋഷിവര്യന്മാരുടെ ദിവ്യരൂപങ്ങൾ എൻ്റെ നെറ്റിത്തടത്തിലെ ജ്യോതിസിന്റെ വിശാലമായ തിരശീലയിൽ ഒരു കൊച്ചു ചലച്ചിത്രത്തിലെന്ന പോലെ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ആരാണ്? ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു. ഞങ്ങൾ ഹിമാലയത്തിലെ യോഗികളാണ്. ആ സ്വർഗീയ പ്രതികരണം വർണ്ണിക്കുക പ്രയാസമാണ്. എൻ്റെ ഹൃദയം ഹർഷപുളകിതമായി. ഹാ, എനിക്ക് ഹിമാലയത്തിൽ പോകാനും നിങ്ങളെപ്പോലെയാകാനും കൊതിയാകുന്നു. ആ ദൃശ്യം മറഞ്ഞെങ്കിലും അതിൻ്റെ വെള്ളി വെളിച്ചം വികസിച്ചു വിശാലമാകുന്ന വൃത്തങ്ങളിൽ അനന്തത പോകി. ഈ വിസ്മയകരമായ പ്രഭാപൂരം എന്താണ്? ഞാൻ ഈശ്വരനാണ്. ഞാൻ തേജസ്സാണ്. മേഘങ്ങളുടെ ലഘുമന്ത്രണം പോലെയായിരുന്നു ആ ശബ്ദം. എനിക്ക് അങ്ങയുമായി ഒന്നാകണം. സാവധാനം മറഞ്ഞുകൊണ്ടിരുന്ന ആ ദിവ്യാനുഭൂതിയിൽ നിന്ന് ഈശ്വരാന്വേഷണത്തിനുള്ള പ്രചോദനത്തിന്റെ ഒരു നിത്യപൈതൃകം ഞാൻ കൈക്കൊണ്ടു. ഈശ്വരൻ സനാതനനാണ്. നിത്യനൂതനമായ ആനന്ദമാണ്. ഹർഷോന്മാദത്തിന്റെ ആ ദിനത്തിനു ശേഷവും ആ ഓർമ്മ ദീർഘനാൾ നിലനിന്നു. മറ്റൊരു ബാല്യകാല സ്മരണയും എടുത്തുകാട്ടത്തക്കതാണ്. അക്ഷരാർത്ഥത്തിലും അങ്ങനെ തന്നെ. കാരണം ഇന്നും ഞാൻ ആ വടു പേറുന്നു. ഗോരഖ്പൂരിലെ വീട്ടുവളപ്പിലുള്ള വേപ്പുമരച്ചുവട്ടിൽ അതിരാവിലെ ഞാൻ ജ്യേഷ്ഠത്തി ഉമയോടൊത്ത് ഇരിക്കുകയായിരുന്നു. പഴുത്ത വേപ്പിൻകായകൾ കൊത്തിത്തിന്നുകൊണ്ടിരുന്ന തത്തകളിൽ നിന്നും എൻ്റെ ശ്രദ്ധ എനിക്ക് എത്രത്തോളം പിന്തിരിപ്പിക്കാൻ സാധിച്ചിരുന്നുവോ അത്രയും സമയം ചേച്ചി എന്നെ ബംഗാളി ബാലപാഠം പഠിക്കാൻ സഹായിച്ചു കൊണ്ടിരുന്നു. ഉമ തൻ്റെ കാലിൽ ഒരു പരുവുണ്ട് എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ഒരു കുപ്പി ലേപനം കൊണ്ടുവന്നു. അതിൽ അല്പം ഞാൻ എൻ്റെ കൈത്തണ്ടയിൽ പുരട്ടി. രോഗമില്ലാത്ത കയ്യിൽ എന്തിനാണ് മരുന്ന് പുരട്ടുന്നത്? ശരി ചേച്ചി, എനിക്കും നാളെ ഒരു പരുവ് ഉണ്ടാകാൻ പോകുന്നെന്ന് തോന്നുന്നു. അത് വരുന്നിടത്ത് ഞാൻ ഈ ലേപനം പരീക്ഷിച്ചു നോക്കുകയാണ്. എടാ കൊച്ചു നുണയാ. ചേച്ചി, നാളെ രാവിലെ എന്തുണ്ടാകുമെന്നു കാണുന്നതുവരെ എന്നെ നുണയ എന്ന് വിളിക്കരുത്. എന്നിൽ ധാർമ്മിക രോഷം നിറഞ്ഞു.
എന്റെ വാക്കുകൾ കൂട്ടാക്കാതെ ഉമ 3 പ്രാവശ്യം അവളുടെ കുത്തുവാക്ക് ആവർത്തിച്ചു. ഞാൻ സാവധാനം മറുപടി പറഞ്ഞപ്പോൾ ഒരു ഉറച്ച തീരുമാനം എൻ്റെ വാക്കുകളിൽ മുഴങ്ങി. എൻ്റെ ഇച്ഛാശക്തിയുടെ ബലത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ കയ്യിൽ ഇതേ സ്ഥാനത്ത് നാളെ സാമാന്യം വലിയൊരു പരു ഉണ്ടായിരിക്കും. അതുപോലെ ചേച്ചിയുടെ പരു വീർത്ത് അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ളതാകുകയും ചെയ്യും. രാവിലെ എൻ്റെ കയ്യിൽ പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ പരു കാണാൻ കഴിഞ്ഞു. ഉമയുടെ പരുവിൻ്റെ വലുപ്പം ഇരട്ടിയാവുകയും ചെയ്തു. അലമുറയിട്ടുകൊണ്ട് ഉമ അമ്മയുടെ അരികിലേക്ക് ഓടി. മുകുന്ദൻ ഒരു മന്ത്രവാദിയായി തീർന്നിരിക്കുന്നു. വാക്കുകളുടെ ശക്തി ഒരിക്കലും തിന്മയ്ക്കായി ഉപയോഗിക്കരുതെന്ന് അമ്മ ഗൗരവത്തോടെ ഉപദേശിച്ചു. അമ്മയുടെ ഉപദേശം എക്കാലവും ഞാൻ ഓർത്തിരിക്കുകയും പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പരു ശസ്ത്രക്രിയ ചെയ്തു സുഖപ്പെടുത്തി. ഡോക്ടറുടെ കത്തി അവശേഷിപ്പിച്ച വ്യക്തമായി കാണാവുന്ന ഒരു പാട് ഇന്നുമുണ്ട്. മനുഷ്യന്റെ വെറും വാക്കിലടങ്ങിയിരിക്കുന്ന ശക്തിയുടെ നിത്യപ്രതീകമായി എൻ്റെ വലതു കൈത്തണ്ടയിൽ അതു നിലനിൽക്കുന്നു. ഏകാഗ്രതയോടെ ഞാൻ ഉമയോട് പറഞ്ഞ ആ വെറും വാക്കുകൾ പ്രത്യക്ഷത്തിൽ നിരുപദ്രവമെന്ന് തോന്നിയിരുന്നുവെങ്കിലും ബോംബ് പോലെ പൊട്ടിത്തെറിക്കുവാനും ദോഷകരമെങ്കിലും കൃത്യമായ ഫലങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള അദൃശ്യശക്തി ഉൾക്കൊണ്ടിരുന്നു. വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സ്ഫോടനാത്മകമായ സ്പന്ദനങ്ങളുടെ ശക്തിയെ ജീവിതത്തിലെ വൈഷമ്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ ബുദ്ധിപൂർവം പ്രയോഗിക്കാമെന്നും അങ്ങനെ വടുക്കളോ ശാസനമോ ഒഴിവാക്കി പ്രവർത്തിക്കാമെന്നും ഞാൻ പിന്നീട് മനസ്സിലാക്കി. ഞങ്ങളുടെ കുടുംബം പഞ്ചാബിലെ ലാഹോറിലേക്ക് മാറി. അവിടെ വെച്ച് കാളി രൂപത്തിലുള്ള ദിവ്യജനനിയുടെ ഒരു ചിത്രം ഞാൻ സ്വന്തമാക്കി. വീടിൻ്റെ കൊച്ചു ബാൽക്കണിയിലുള്ള അനൗപചാരികമായ ചെറിയ ഒരു ആരാധനാ സ്ഥാനം അത് വിശുദ്ധമാക്കി. ആ പവിത്രമായ കോണിൽ വെച്ചു നടത്തുന്ന എൻ്റെ ഏതു പ്രാർത്ഥനയും ഫലപ്രാപ്തിയുടെ കിരീടം ചൂടുമെന്ന തർക്കമറ്റ ഒരു ദൃഢവിശ്വാസം എന്നിലുണ്ടായി. ഒരു ദിവസം ഉമയുമായി അവിടെ നിൽക്കുമ്പോൾ 2 ആൺകുട്ടികൾ 2 കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിൽ മത്സരിച്ചു പട്ടം പറത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ കെട്ടിടങ്ങളെ ഞങ്ങളുടെ വീടുമായി വേർതിരിച്ചിരുന്നത് തീരെ ഇടുങ്ങിയ ഒരു ഇടവഴിയായിരുന്നു. നീ എന്താ ഇത്ര നിശബ്ദനായി നിൽക്കുന്നത്? ഉമ തമാശയായി എന്നെ പിടിച്ചു തള്ളി. ഞാൻ ചോദിക്കുന്നതെന്തും ദിവ്യജനനി എനിക്ക് തരുമെന്നത് എത്ര വിസ്മയകരമാണെന്ന് ആലോചിക്കുകയായിരുന്നു. ഒരു പക്ഷേ ആ 2 പട്ടങ്ങളും അവൾ നിനക്ക് തരുമായിരിക്കും. ചേച്ചി പരിഹസിച്ചു ചിരിച്ചു. എന്തുകൊണ്ട് തന്നുകൂടാ? അവ ലഭിക്കാൻ ഞാൻ നിശബ്ദനായി പ്രാർത്ഥന തുടങ്ങി. കുപ്പിച്ചില്ല് അരച്ചു പശ ചേർത്തു പൊതിഞ്ഞ ചരടിൽ ഉയർത്തിയ പട്ടങ്ങളുടെ മത്സരങ്ങൾ ഭാരതത്തിൽ നടത്താറുണ്ട്. ഓരോരുത്തരും എതിരാളിയുടെ പട്ടത്തിന്റെ ചരട് അറുത്തുകളയാൻ ശ്രമിക്കുന്നു. ചരട് മുറിഞ്ഞ പട്ടം വീടുകൾക്കു മീതെ മെല്ലെ പറന്നു പോകുമ്പോൾ അവ പിടിച്ചെടുക്കുന്നത് വലിയ രസമാണ്. ഉമയും ഞാനും മട്ടുപ്പാവിൽ അകത്തോട്ടൊതുങ്ങിയ ഒരു ബാൽക്കണിയിലായിരുന്നതുകൊണ്ട് പൊട്ടിയ ഒരു പട്ടം അവിടെ എത്തുക അസാധ്യമായി തോന്നി. അതിൻ്റെ ചരട് സ്വാഭാവികമായി മേൽക്കൂരയിൽ തടഞ്ഞു തൂങ്ങിക്കിടക്കും. തെരുവിനപ്പുറത്തെ കളിക്കാർ മത്സരം തുടങ്ങി. ഒരു ചരട് മുറിക്കപ്പെട്ടു. ഉടനെ ആ പട്ടം എൻ്റെ നേരെ ഒഴുകി വന്നു. കാറ്റ് പെട്ടെന്ന് നിലച്ചതുകൊണ്ട് പട്ടം പറക്കാതെ വായുവിൽ അല്പനേരം തങ്ങി നിന്നു. ഇതിനിടയിൽ അതിൻ്റെ ചരട് എതിരെയുള്ള മേൽക്കൂരയിലെ ഒരു കള്ളിച്ചെടിയിൽ കുരുങ്ങി. എനിക്ക് പിടിക്കത്തക്കവണ്ണം നീണ്ടു സൗകര്യമായ ഒരു വലയം രൂപം കൊണ്ടു. ഞാൻ സമ്മാനം ഏറ്റുവാങ്ങി ഉമയെ ഏൽപ്പിച്ചു. ഇത് തീർച്ചയായും യാദൃശ്ചികമാണ്, അല്ലാതെ നിന്റെ പ്രാർത്ഥനയുടെ ഫലമൊന്നുമല്ല. മറ്റേ പട്ടവും നിന്റെ കയ്യിൽ വന്നാൽ ഞാൻ വിശ്വസിക്കും. സഹോദരിയുടെ ഇരുണ്ട കണ്ണുകൾ വാക്കുകളേക്കാൾ കൂടുതൽ വിസ്മയം പ്രകടമാക്കി. ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ തീവ്രതയോടെ തുടർന്നു. മറ്റേ പട്ടം പറത്തലുകാരൻ്റെ ശക്തിയായ ഒരു വലി അവൻ്റെ പട്ടത്തിൻ്റെ ചരട് പൊട്ടിച്ചു. വായുവിൽ നൃത്തം വെച്ചുകൊണ്ട് അത് എൻ്റെ നേർക്കു തിരിച്ചു. എൻ്റെ സഹായിയായ കള്ളിച്ചെടി എനിക്ക് പട്ടം പിടിക്കാനുള്ള വലയം വീണ്ടും ഒരുക്കി. എൻ്റെ 2ാമത്തെ സമ്മാനവും ഉമയ്ക്കു ഞാൻ കാഴ്ചവെച്ചു. തീർച്ചയായും ദിവ്യജനനി നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു. ചേച്ചി പേടിച്ച മാൻപേടയെ പോലെ ഓടിക്കളഞ്ഞു.